സൗരഭ്യവാസനയായ വഴിപാടും യാഗവും. ഫിലിപ്പിയർ 4:18. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാമുണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രാദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. ഇവിടെ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന സഹശുശ്രൂഷകൻ്റെ കയ്യിൽ ദൈവമക്കൾ കൊടുത്തുവിട്ട സാമ്പത്തിക നന്മ അപ്പോസ്തലൻ സ്വീകരിച്ചു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. ലേവ്യ പുസ്തകം 1, 2, 3, 4, 5 അധ്യായങ്ങളിലൂടെ പോകുമ്പോൾ യാഗങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം നമുക്ക് ലഭിക്കുന്നു. അതിൽ സൗരഭ്യവാസനയായ യാഗങ്ങളുണ്ട്. ആ യാഗങ്ങൾ വാസ്തവത്തിൽ പാപപരിഹാരത്തിന് വേണ്ടി അർപ്പിക്കുന്നവയിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് ആരാധനയെ കാണിക്കുന്നു. ഈ സുഗന്ധം മുകളിലേക്ക് ചെല്ലുന്നു. ദൈവം ആ സുഗന്ധം ആസ്വദിക്കുന്നു എന്നൊക്കെയാണ് വെപ്പ്. അതിൻ്റെ ആത്മീയ ദൂതങ്ങനെയാണ്. ഇതുപോലെ ഇന്ന് നമ്മൾ നടത്തുന്ന ആരാധന ദൈവം ആസ്വദിക്കുന്നു, മണക്കുന്നു. ഇവിടെ ഇതാ ഫിലിപ്പിയയിലെ വിശ്വാസികൾ എപ്പഫ്രോദിത്തോസിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട സാമ്പത്തിക നന്മകൾ അപ്പോസ്തലൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്നൊരു സുഗന്ധം സ്വർഗത്തിലേക്ക് എത്തുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ദൈവം നമുക്ക് തന്ന ഭൗതിക നന്മയിൽ നിന്ന് സന്തോഷത്തോടുകൂടെ നല്ലൊരു ഓഹരി ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നാം കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന നിങ്ങളും വാങ്ങുന്ന മിഷണറിയും മാത്രമല്ല, സ്വർഗവും അതറിയുന്നു. നിങ്ങളത് മിഷണറിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ആ മിഷണറി മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പണം, ആ നന്മ ഒരു സുഗന്ധമായി സ്വർഗത്തിലേക്ക് എത്തുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണിത്. നിങ്ങൾ അയച്ചു തന്നത്, ഇന്ന സഹോദരൻ വശമയച്ചത് ഞാൻ സ്വീകരിച്ചപ്പോൾ അത് ദൈവത്തിനാണ് കൊടുത്തത്. അത് ദൈവത്തിന് സുഗ്രാഹ്യവും സൗരഭ്യവാസനയുമായ യാഗമായിട്ട് ദൈവം അതിനെ അംഗീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മാത്രമേ കൊടുക്കാവൂ. അല്ലാതെ ആ ഉപദേശി പാവമാണല്ലോ, അങ്ങേർക്ക് തീരെ ഗതിയില്ലല്ലോ എന്നോർത്തിട്ട് ചെയ്യുന്നത് ചാരിറ്റിയിലേ പെടുകയുള്ളൂ. എന്നാൽ സുവിശേഷത്തിന് വേണ്ടിയും മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയും കൊടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് സ്വർഗത്തിൽ മാത്രം പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ചാരിറ്റിക്ക് ഭൂമിയിൽ പ്രതിഫലം കിട്ടും. ഇപ്പോൾ ഈ നാളുകളിൽ ന്യൂസിലൊക്കെ കൂടുതൽ കാണുന്ന യൂസഫ് അലി എന്ന മഹാനായ ബിസിനസ്സുകാരൻ എത്രയോ ചാരിറ്റി ചെയ്യുന്നു. അതല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ മിഷൻ പ്രവർത്തനത്തിന് കൊടുക്കുന്ന പണവും അധ്വാനവും സ്വർഗത്തിൽ ഒരു സുഗന്ധമുണ്ടാക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.